ഫ്രണ്ട്സ്, ഇന്ന് നവോത്ഥാന നായകരിൽ ഒരാളായ അയ്യങ്കാളിയെക്കുറിച്ച് PSC ഓറിയന്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂർ, തിരുവനന്തപുരം. എവിടെയാണ് അയ്യങ്കാളി ജനിച്ചത്? വെങ്ങാനൂർ, തിരുവനന്തപുരം. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. പല ഇതിലും ചോദിക്കുന്നതാണ്. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പം ഇത് പൊതുവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അയ്യങ്കാളി അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം സ്ഥാപിച്ച വർഷം വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 1904. എന്താണ് ആ വർഷം? 1904. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനം. അയ്യങ്കാളി ഒരു പ്രഖ്യാപനം നടത്തിയായിരുന്നു. സാധാരണ പണ്ട് കാലത്തൊക്കെ എന്തായിരുന്നു? സവർണ ജാതിക്കാരുടെ കുട്ടികൾക്ക് മാത്രമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കൊടുത്തിരുന്നത്. അവർണ ജാതിക്കാർക്ക് സ്കൂളുകളിൽ കയറാനോ വിദ്യാഭ്യസിക്കാനോ അനുവദിച്ചിരുന്നില്ല. അപ്പൊ അതിനെതിരെ അയ്യങ്കാളി നടത്തിയ ഒരു പ്രഖ്യാപനമാണിത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയുടേതാണെന്ന് പറയാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അടുത്തത്, സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. എങ്ങനെയാണ്? സാധുജന പരിപാലന സംഘം. ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ 3 എണ്ണമാണ് പറയുന്നത്. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? സവർണ ജാതിക്കാര് പൊതുനിരത്തിലൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് അവർണര് മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പം അതിനെതിരായിട്ട് അത് മാറ്റണമെന്ന് പറഞ്ഞ ആളാണ് ആര്? അയ്യങ്കാളി. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം. ആ പ്രഖ്യാപനം പോലെ ഈ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും അവർക്ക് വിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തൊരു വ്യക്തിയും അതിനുവേണ്ടി പ്രയത്നിച്ച വ്യക്തിയുമാണ് ആര്? അയ്യങ്കാളി. തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. തൊഴിലെടുക്കുന്നവർക്കാണ് കൂലി വർധന. അപ്പൊ എന്താണ്? പണ്ട് തൊഴിൽ ചെയ്യിപ്പിച്ചിട്ട് കൂലി കൊടുക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ വന്നു ചേർന്നിരുന്നു. അപ്പൊ അതിനൊക്കെ എതിരായി പ്രവർത്തിച്ച് അയ്യങ്കാളി ഈ സാധുജന പരിപാലന സംഘത്തിലൂടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇനി തിരുവിതാംകൂറിൽ അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം. വില്ലുവണ്ടി യാത്രയുടെ വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1893. 1, 8, 9, 3. 1, 8, 9. 9ന്റെ എന്താണ്? 3 3s are 9 ഓർത്താൽ മതി. അപ്പൊ 9ന്റെ ഇതായിട്ട് 3 അപ്പുറം വരുന്നു. അപ്പം 1, 8, 9, 3. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് കല്ലുമാല സമരം. എങ്ങനെയാണ്? അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി എവിടെയും കൂടി അംഗമായിരുന്നു? ശ്രീമൂലം പ്രജാസഭയിൽ കൂടി അംഗമായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ അയ്യങ്കാളിയെ പറ്റി PSC ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ നോക്കുക. എക്സ്ട്രാ റെഫർ ചെയ്യണമെങ്കിൽ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.